കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഒരു സിമ്പിൾ ലാംഗ്വേജിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഒരു സിമ്പിൾ ലാംഗ്വേജിന്റെ കറസ്പോണ്ടിങ് സിമാൻറ്റിക് റൂളും എല്ലാം പറയുകയാണ്. അപ്പൊ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഗ്രാമർ ഉണ്ട്, അതിന്റെ സിമാൻറ്റിക് റൂൾ ഉണ്ട്. സിമാൻറ്റിക് റൂൾ ഉണ്ട്. ഓക്കെ, ആദ്യം പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ആദ്യം വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അതിനുശേഷമേ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് ആണ്. അപ്പൊ എക്സ്പ്രഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്തിരിക്കണം? അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ നടത്തിയിരിക്കണം. ഇനി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് വേറൊരു ഡിക്ലറേഷൻ ചെയ്യാം. പക്ഷേ രണ്ടിന്റെയും ഇടയ്ക്ക് എന്ത് വേണം? ഒരു സെമി കോളൻ വേണം. അപ്പൊ നമ്മളിപ്പോ എന്താണ് ഇന്റ് പി സെമി കോളൻ ഫോർട്ട് ക്യൂ. അപ്പൊ അതേ രീതിയിലുള്ള കാര്യമാണ്. അതായത് ഒരു ഡിക്ലറേഷന് ശേഷം ഒരു സെമി കോളൻ കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഡിക്ലറേഷൻ ചെയ്യാവൂ. ഇനി എങ്ങനെയാണ് ഒരു ഡിക്ലറേഷൻ ഫോർട്രാനിൽ ചെയ്യുന്നത്? ആദ്യം ഐഡിയുടെ പേര് പറയുക, ദെൻ ടൈപ്പ് പറയുക. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എന്റെ എ എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എ കോളൻ എന്ത് ടൈപ്പ് ആണെന്നുള്ള കാര്യം. ഇനി ഞാൻ ടൈപ്പ് ഇവിടെ രണ്ടെണ്ണം ഞാൻ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ടി ഗീസ് ഇന്റിജർ, ടി ഗീസ് ക്യാരക്ടർ. രണ്ടെണ്ണം ഞാൻ പറയുന്നുള്ളൂ. ടി എന്ന് പറയുന്നത് എന്താവാം? ഒന്നുകിൽ ഇന്റിജർ ആവാം അല്ലെങ്കിൽ ക്യാരക്ടർ ആകാം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ വരാം? ഞാൻ രണ്ട് ഡിക്ലറേഷൻ നടക്കുകയാണെങ്കിൽ ഇന്റ് എയും വരാം, കോളൻ ഇന്റ് ബി ക്യാറും വരാം. ഇത് ഇങ്ങനെയാണ്, ഇത്രയാണ് നമ്മുടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറയുന്നത് ഇത് ബേസിക് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്, ബേസിക് ആയിട്ടുള്ള ടൈപ്പ് രണ്ടെണ്ണമാണ്. ഇത് കൂടാതെ നമുക്ക് അറേ ഉണ്ട്. അറേ നമ്മൾ എങ്ങനെയാ പറയുന്നത്? അറേ എന്ന് പറയുന്നത് ആദ്യം അറേ എഴുതും, ദെൻ അതിന്റെ സൈസ് എത്രയാണെന്നുള്ള കാര്യം പറയും, ദെൻ അതിന്റെ ടൈപ്പ് പറയും. ഓക്കെ, അതിന്റെ ടൈപ്പ് പറയും. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു അറേ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ആദ്യം അറേക്ക് ഒരു ഐഡന്റിഫയർ പേര് പറയണം. ശരി, ഞാനത് ക്യാപിറ്റൽ എ എന്ന് എഴുതി, ദെൻ കോളൻ ഇടണം. ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? അറേ ഓഫ് 100 ഓഫ് ഇൻ, ടൈപ്പ് ഇൻറ്റ്. ഇങ്ങനെയാണ് ഞാൻ ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. ആദ്യം ഐ ഡി പറയും, ടൈപ്പ് അറേ ആണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ അറേ എന്ന് പറഞ്ഞ് എഴുതണം. ഇനി ഇവിടെ എന്താണ് പറയേണ്ടത്? സൈസ് ആണ് പറയേണ്ടത്. സോ ഞാൻ ആ സൈസ് 100 എന്ന് പറഞ്ഞു. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇന്റീജർ ആയിട്ട് പറഞ്ഞു. സോ ഈ അറേയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് എ അറേ ഓഫ് ടൈപ്പ് ഇന്റ് ആൻഡ് സൈസ് 100. ഓക്കെ, ദെൻ അടുത്തത് പോയിന്റർ. പോയിന്റർ നമുക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യഥാർത്ഥത്തിൽ അപ്പ് ആരോ ആണ് ഞാൻ പറയേണ്ടത്. എനിക്ക് അപ്പ് ആരോ ഇല്ലാത്തത് കാരണം ഞാൻ അവിടെ എന്തെഴുതുന്നു? ഞാനാണെങ്കിൽ അവിടെ എക്സ്ക്ലമേഷൻ എക്സ്പോണന്റ് സൈൻ എഴുതുന്നു. സോ T1. ഇങ്ങനെയാണ്, ഇത് അപ്പ് ആരോ ആണ്, അപ്പ് ആരോ T1. ഇങ്ങനെയാണ് നമ്മളൊരു പോയിന്ററിനെ പറയുന്നത്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമാൻറ്റിക് റൂൾ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇവിടെ ഒരു ഐ ഡി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സിമ്പിൾ ടേബിളിലേക്ക് ഞാൻ എന്ത് ചെയ്യണം? ആഡ് ടൈപ്പ് ഐ ഡി ഡോട്ട് എൻട്രി ടി ഡോട്ട് ടൈപ്പ്. ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഐ ഡി ഡോട്ട് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ എയും എൻട്രിയും അതിന്റെ ടൈപ്പും എൻട്രിയും, അതാണ് ടി ഡോട്ട് ടൈപ്പ്. ടി ഡോട്ട് ടൈപ്പ്. ഇനി ടി ഡോട്ട് ടൈപ്പ് എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ടി ഡോട്ട് ടൈപ്പ് എന്തൊക്കെയാവാം? ഒന്നുകിൽ ഇന്റ് ആകാം. ഈ കേസ് ആണ് എന്നുണ്ടെങ്കിൽ ടി ഡോട്ട് ടൈപ്പ് എന്താകും? ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാർ ആകും. ഈ കേസ് ആണെങ്കിൽ എന്താണ് ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ അറേ. It is an array of range 1 to num. ഇനി അടുത്തത് 1 to num. ദെൻ അടുത്തത് എന്ത് പറയണം? ടൈപ്പ് പറയണം. ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് T1. ഇവിടെ രണ്ട് ടി കിടപ്പുള്ളതുകൊണ്ട് ഞാനാണെങ്കിൽ ഇത് T1 ആക്കി. സോ ഇത് T1 ആണ്. ഓക്കെ,
ഇങ്ങനെയാണ് ഞാൻ അതിന്റെ സിമാൻറ്റിക് റൂൾ എഴുതുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കൺസ്ട്രക്ടറിൽ പഠിച്ചായിരുന്നു അറേ എങ്ങനെയാണ് പറയുന്നത്. ആദ്യം അറേ എന്ന് പറയുന്ന കൺസ്ട്രക്ടർ പറയണം, ദെൻ അതിന്റെ റേഞ്ച് പറയണം, ദെൻ അതിന്റെ ടൈപ്പ് പറയണം. ഇതിന്റെ ടൈപ്പ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? T1. സോ T1 ഡോട്ട് ടൈപ്പ്, T1 ഡോട്ട് ടൈപ്പ്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു പോയിന്റർ ഓഫ് T1 ഡോട്ട് ടൈപ്പ്. T1ന്റെ ടൈപ്പ് എന്താണോ അതായിരിക്കും. ഇപ്പൊ ഇവിടെ T1 എന്ന് പറയുന്ന ഇന്റ് ആണ് എന്നുണ്ടെങ്കിൽ പോയിന്റർ ഓഫ് ഇന്റ്, ഇന്റിജറിനെ പോയിന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ആരത്? ഈ ഗീവ്സ് ലിറ്ററൽ. ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ്, സ്ട്രിംഗ് കോൺസ്റ്റന്റ്സിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആകെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. സോ ലിറ്ററൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാരക്ടർ ആയിരിക്കും. സോ ഇ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യുക? ഇ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിട്ട് സെറ്റ് ചെയ്യുക. ഈ ഗീവ്സ് നമ്പർ എന്ന് പറയുകയാണെങ്കിൽ, ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് എന്തായിരിക്കും? ഇന്റീജർ ആയിരിക്കും. കാരണം നമ്മുടെ സിസ്റ്റത്തിനകത്ത് ആകെ രണ്ടെണ്ണേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇൻറ്റും ക്യാരക്ടർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ അത് ഇന്റീജർ ആയിരിക്കും. ഇനി ഈ ഗീവ്സ് ഐ ഡി, അതായത് ഞാനിപ്പോ ആദ്യം ഈ ഗീവ്സ് ലിറ്ററലിന് പകരം നമ്മൾ എന്ത് എഴുതി? ഈ ഗീവ്സ് ലിറ്ററൽ ആണെങ്കിൽ സിമാൻറ്റിക് റൂൾ നമ്മൾ എന്ത് എഴുതി? സിമാൻറ്റിക് റൂൾ എന്ന് പറയുന്ന ഈയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു ഇസഡ് എന്ന് ഞാൻ എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ അല്ലെങ്കിൽ സി എച്ച് ഈക്വൽ ടു ക്യാരക്ടർ ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ സി എച്ചിന്റെ ടൈപ്പ് എന്തായിരിക്കും? സി എച്ചിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടർ ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഗീവ്സ് ഒരു നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഇയുടെ ടൈപ്പ് എന്തായിരിക്കും? ഇ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റീജർ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഞാൻ n1 ഈക്വൽ ടു 20 എന്ന് ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ n1ന്റെ ടൈപ്പ് എന്തായിരിക്കും? ടൈപ്പ് എന്ന് പറയുന്നത് ഇത് ഇന്റീജർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഈ ഗീവ്സ് ഐ ഡി. സേ ഞാൻ പറയാണ് ബി ഈസ് ഈക്വൽ ടു എ. അപ്പോ എയുടെ ടൈപ്പ് എന്താണോ അതായിരിക്കത്തില്ലേ അങ്ങനെയാണെങ്കിൽ ബി? എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ബിയും ക്യാരക്ടർ ആയിരിക്കും. എ എന്ന് പറയുന്ന ഇന്റീജർ ആണെങ്കിൽ ബിയും ഇന്റീജർ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയുടെ എ എന്ന് പറയുന്നതിന്റെ ടൈപ്പ് എനിക്ക് എവിടെ നിന്ന് ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് സിമ്പിൾ ടേബിളിൽ ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ലുക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യും. അവിടെ ഐ ഡി ഡോട്ട് എൻട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈപ്പ് എന്താണെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഞാനൊരു ടേബിളിൽ ചെന്നിട്ട് എ ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം. എ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് കാണുമല്ലോ, അതങ്ങ് റിട്ടേൺ ചെയ്യും. അതെന്ന് പറയുന്നത് എന്തായിട്ട് ഞാൻ സെറ്റ് ചെയ്യും? ഇയുടെ ടൈപ്പ് ആയിട്ട് സെറ്റ് ചെയ്യും. സോ ലുക്കപ്പ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ്, ലുക്കപ്പ് ഈസ് എ ഫംഗ്ഷൻ, ലുക്കപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ഫംഗ്ഷൻ that returns the type of id dot entry. അപ്പോ അങ്ങനെ ഒരു ടൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എങ്കിൽ അവിടെ ടൈപ്പ് എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ റിട്ടേൺ ചെയ്യും. ഇനി E1 gives E1 mod E2. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ എനിക്ക് ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മോഡ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇ ഡോട്ട് ടൈപ്പ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു മോഡ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ E1ന്റെ ടൈപ്പ് എന്തായിരിക്കണം? E1 എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആയിരിക്കണം. മോഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ഇപ്പുറത്തുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആയിരിക്കണം. സിമിലർലി ആൻഡ് E2ന്റെ ടൈപ്പ് എന്തായിരിക്കണം? ഇന്റീജർ ആയിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണ്, എ മോഡ് ബി എന്ന് പറയുന്ന ഒരു ഇന്റീജർ ആണെങ്കിൽ എ മോഡ് ബി എന്തായിരിക്കും? ഒരു ഇന്റീജർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും?
ഒരു ടൈപ്പ് എറർ ആയിരിക്കും അവിടെ വരുന്നത്. അതായത് ഒരു എറർ മെസ്സേജ്, ഒരു എറർ ടൈപ്പ് അവിടെ വരണം. ഇതാണ് അതിന്റെ സിമാൻറ്റിക് റൂൾ. ഇനി അടുത്തത് എന്താണെന്നുള്ള കാര്യം നോക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേ ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് E gives E1 of E2. ഇപ്പോൾ ഞാനാണെങ്കിൽ A is equal to A of 20 എന്ന് പറയാം. ഇപ്പോൾ A of 20 എന്ന് പറയുന്ന A എന്ന് പറയുന്ന അറേ ഒരു ഇൻറ്റീജർ അറേ ആണെന്നുണ്ടെങ്കിൽ സ്മോൾ a എന്ന് പറയുന്നത് അല്ലെങ്കിൽ x എന്ന് പറയുന്നതിന്റെ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് E dot type എന്ന് പറയുന്നത് which is equal to, ഞാൻ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് E2 എന്ന് പറയുന്നതിന്റെ ടൈപ്പ് ഇൻറ്റീജർ ആയിരിക്കണം. നമുക്ക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറോ അല്ലെങ്കിൽ ക്യാരക്ടറോ വല്ലതും ആവാൻ പറ്റും? ഇല്ല. അപ്പോൾ E2 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഇൻറ്റീജർ ആയിരിക്കണം. ആൻഡ് E1 എന്ന് പറയുന്നത് ഞാൻ സേ ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ സേ ക്യാപിറ്റൽ B is a variable and I is an integer. I എന്ന് പറയുന്ന B എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിൾ ആണ്. വേരിയബിൾ നെയിം ഓഫ് ടൈപ്പ് ഇന്റ് ആണെന്ന് വിചാരിക്കുക. ഓഫ് ടൈപ്പ് ഇന്റ് ആൻഡ് I is integer. സേ അത് നമുക്ക് ഇത് പറയണമെങ്കിൽ ഇന്റ് B, I. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതുകയാണ്. Whether we can write like this, ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും? ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. കാരണം B എന്ന് പറയുന്നത് എന്തല്ല? ഒരു അറേ അല്ല. അപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ E1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു അറേ ആയിരിക്കണം. സോ E1ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ടു an array of some size and type some size S and type T ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ടൈപ്പ്? T ആയിരിക്കും അതിന്റെ ടൈപ്പ്. ഇവിടെ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും. ഇവിടെ ഇൻറ്റീജർ അറേ ആണ് എന്നുണ്ടെങ്കിൽ ഈയുടെ ടൈപ്പ് എന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. അവിടെ ക്യാരക്ടർ ആണ് ഞാൻ പറയുന്നതെങ്കിൽ ക്യാരക്ടർ അറേ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ T ഇട്ടത്. ഇതല്ല, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ ഒരു ടൈപ്പ് എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് അറേ റെപ്രസെന്റേഷന് വേണ്ടിയിട്ടുള്ള സാധനം. ഓക്കെ, അറേ ആണെങ്കിൽ എന്തൊക്കെയാണ്? E2 എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കണം. E1 എന്ന് പറയുന്ന ഒരു അറേ ഓഫ് സൈസ് S ആൻഡ് ടൈപ്പ് T ആണ് എന്നുണ്ടെങ്കിൽ E1ന്റെ ടൈപ്പ്, ഈയുടെ ടൈപ്പ് എന്തായിരിക്കും? T ആയിരിക്കും, അല്ലെങ്കിൽ ടൈപ്പ് എറർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഗ്രാമർ എന്താ പറയുന്നത്? നെക്സ്റ്റ് ഗ്രാമർ E gives E1 പോയിന്റർ. അപ്പാരോ ആണ് ഇത്, അപ്പാരോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഈയുടെ ടൈപ്പ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. E ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇഫ് E1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ ക്യാപ്പ് ഇട്ടത് കാരണം എന്താണ്? അതെന്ന് പറയുന്ന ഒരു പോയിന്റർ ആയിരിക്കണം. പോയിന്റർ കൺസ്ട്രക്ടർ ആണ് ഓഫ് ടൈപ്പ് T ആണ് എന്നുണ്ടെങ്കിൽ, പോയിന്റർ ടൈപ്പ് ഓഫ് ടൈപ്പ് T ആണ് എന്നുണ്ടെങ്കിൽ ഈയുടെ ടൈപ്പ് എന്തായിരിക്കും? T ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടൈപ്പ് എറർ ആയിരിക്കും. അതൊരു പോയിന്റർ അല്ല. E1 എന്ന് പറയുന്ന ഒരു പോയിന്റർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പ് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ E1ന്റെ ടൈപ്പ് ഒരു പോയിന്റർ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈയുടെ ടൈപ്പ് T ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ T ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് സിമാൻറ്റിക് റൂൾ. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ മനസ്സിലായോ? എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതിയതെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇതുവരെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക്കാണ്. ഇനി നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ഇന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ക്ലാസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച്, കാരണം ഈ ടൈപ്പ് ചെക്കർ ആരും ഒന്നും പഠിച്ചു കാണൂല, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നേന്ന് പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി രണ്ട് കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോർഷൻ തീർന്നു, 4th മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് നമുക്ക്
എസ് ഗീസ് ഐ ഡി ഈക്വൽ ടു ഇ. ഇതാണ് എൻ്റെ പ്രൊഡക്ഷൻ. അപ്പൊ എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സ്റ്റാർ ഇസഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇതിന്റെ മീനിങ്. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ സ്റ്റാർ ഇസഡ് ആണ് എക്സ്പ്രഷൻ. എന്താണ് ഐ ഡി? എ ആണ് ഐ ഡി. അപ്പോ എനിക്ക് ഇതിന്റെ അകത്ത് ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിനകത്ത് എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എസിന്റെ ടൈപ്പ് എന്തായിരിക്കും? ടൈപ്പ് എറർ ആയിരിക്കും. ഒരു എററും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു എററും ഇല്ല, സ്റ്റേറ്റ്മെന്റ് പക്ക കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിഡ് ആയിരിക്കും. ഓയിഡ് എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം. നോ റിട്ടേൺ ടൈപ്പ് ആണ് ഓയിഡ്. സോ എസ് ഡോട്ട് ടൈപ്പ് ഞാൻ എന്താ ചെക്ക് ചെയ്യുന്നത്? ഇഫ് ഐ ഡിയുടെ ടൈപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു ഇയുടെ ടൈപ്പ്. ഞാനിവിടെ എ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, എയും അല്ലെങ്കിൽ എ ഈക്വൽ ടു എക്സ് എന്ന് ഞാൻ എഴുതുകയാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടർ ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു ഇൻഡിജർ ആണ്. അപ്പൊ ഇത് ശരിയാണോ? അല്ല. അപ്പോൾ രണ്ടിന്റെയും ടൈപ്പ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? ദെൻ ഓയിഡ്, അതായത് എറർ ഒന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ എൽസ് ടൈപ്പ് എറർ. ഓക്കെ, അതാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ഷന്റെ സിമാന്റിക് റൂൾ എന്ന് പറയുന്നത്. എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ടൈപ്പ് ഒന്നുകിൽ ഓയിഡ് ആകാം അല്ലെങ്കിൽ ടൈപ്പ് എറർ ആകും. ഓയിഡ് എന്ന് പറയുന്ന എറർ ഒന്നുമില്ല. ടൈപ്പ് എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എസ് ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ടൈപ്പ് എറർ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തു. ഇഫ് ഐ ഡി ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇ ഡോട്ട് ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഓയിഡ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ. ഇനി നെക്സ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഗീസ് ഇഫ് ഇ ദെൻ യെസ്. യെസിന് പകരം ഞാൻ S1 എന്ന്. ഇനി നമുക്ക് ഇവിടെ എന്താ അറിയാം? ഈ ഇയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ആണെങ്കിൽ അതൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കണം. ഇയുടെ ടൈപ്പ് ഇ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻ ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിഡ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ. സോ ഞാനിവിടെ എസിന്റെ ടൈപ്പ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഇയുടെ ടൈപ്പ് വെച്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് ഇയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബൂളിയൻ, കാരണം ഇ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാണ്? ഒരു കണ്ടീഷനെ റെപ്രസെന്റ് ചെയ്യാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇയുടെ ടൈപ്പ് ബൂളിയൻ ആണ് എന്നുണ്ടെങ്കിൽ ദെൻ എന്തായിരിക്കും? എസിന്റെ ടൈപ്പ് വോയിഡ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എൽസ് അതെന്തായിരിക്കും? എൽസ് വിച്ച് ഈസ് എ ടൈപ്പ് എറർ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് എറർ ആയിരിക്കും. അപ്പൊ ഇത് ഏത് കണ്ടീഷനാണ്? ഇഫ് കണ്ടീഷനാണ്. ഇനി ഇതേപോലെ നമുക്ക് എന്തെഴുതാം? വൈൽ കണ്ടീഷൻ എഴുതാം. വൈൽ കണ്ടീഷൻ ഇതേ സെയിം സാധനമാണ്. എന്താണ്? എസ് ഗീസ് ഇഫിന് പകരം വൈൽ കണ്ടീഷൻ ഡു S1. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? സെയിം കാര്യമാണ്. ഇഫ് ഇയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എസിന്റെ ടൈപ്പ് എന്തായിരിക്കും? എസിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിഡ് ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ ആയിരിക്കും. ഓക്കെ, ടൈപ്പ് എറർ ആയിരിക്കും. അപ്പൊ ഇപ്പോ ഒരു സാധാരണ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയി, ദെൻ ഇത് ഇഫ് കണ്ടീഷൻ ആയി, ദെൻ വൈൽ കണ്ടീഷൻ ആയി. ഇനി വേണമെങ്കിൽ എനിക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രം ആയിക്കൂടെ? സേ സ്റ്റേറ്റ്മെന്റ് ഗീസ് S1 സെമികോളൻ S2. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടയിൽ എന്ത് വേണം? ഒരു സെമികോളൻ വേണം. സോ എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇഫ് S1ന്റെ ടൈപ്പ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ ടൈപ്പ് ഓയിഡും ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിഡും ആണ് എന്നുണ്ടെങ്കിൽ, അതിനകത്ത് രണ്ടിലും എറർ ഇല്ല എന്നുണ്ടെങ്കിൽ എസിന്റെ ടൈപ്പ് എന്തായിരിക്കും? ദെൻ ഓയിഡ് ആയിരിക്കും. അല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ടൈപ്പ് എറർ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടയിൽ എനിക്ക് എന്ത് വേണം, ഒരു സെമി കോളൻ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ എസ് ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് വൺ S1ന്റെ ടൈപ്പ് വോയിഡ്, അതായത് എറർ ഇല്ല. S2ന്റെ ടൈപ്പിനകത്തും എറർ ഇല്ല എന്നുണ്ടെങ്കിൽ എസ് ടൈപ്പ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ടൈപ്പ് എറർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. ഇനി ആകെ ഒരെണ്ണം കൂടെ ഉള്ളൂ, ഫംഗ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? സാധാരണ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുന്നത് e gives e1 of e2 എന്നാണ്. e1 of e2 എന്നാണ്. ഇപ്പൊ e2 എന്ന് പറയുന്നത് എന്തായിരിക്കും? e1 എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ പേര്, e2 എന്ന് പറയുന്നത് അതിന്റെ പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറയാണ് ഈ ഡോട്ട് ടൈപ്പ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈക്വൽ ടു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ e1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? e1 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കണം അല്ലെ? ഇഫ് e1 ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഫംഗ്ഷൻ ആദ്യം ഒരു ഡൊമൈനും ഒരു റേഞ്ചും നമ്മൾ പറയണം. അപ്പോൾ e2യുടെ ടൈപ്പ് എന്ന് പറയുന്നത് എസും ആൻഡ് e1ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് is equal to function of, that is നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? s gives t ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ e1ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് പറയുന്നു? s ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ e1ന്റെ ടൈപ്പ് എന്തായിരിക്കണം? s gives t ആയിരിക്കണം. ഓക്കെ, s gives t ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ? റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ t ആണ്. സോ യുടെ ടൈപ്പ് എന്തായിരിക്കും? t ആയിരിക്കും. അല്ലെങ്കിൽ എന്താ? ടൈപ്പ് എറർ. ഓക്കെ, അപ്പോൾ e1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഡൊമൈനും റേഞ്ചും വെച്ചാണ് എഴുതുന്നത്. ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? s ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് ഈ ഡോട്ട് ടൈപ്പിന്റെ ടൈപ്പ് s ആണ് എന്നുണ്ടെങ്കിൽ s ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു e1 എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് വിൽ റിട്ടേൺ എ t എന്ന് പറയുന്ന ടൈപ്പ് ഉള്ള ഒരു ഡേറ്റ റിട്ടേൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ യിലേക്ക് അസൈൻ ചെയ്യുന്ന എന്തായിരിക്കും? ഞാനിത് എക്സാമ്പിൾ പറഞ്ഞു തരാം. a is equal to sum of x, y. sum of x, y നമ്മൾ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ എയുടെ ടൈപ്പ് എന്തായിരിക്കും? എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് സമ്മിന്റെ റിട്ടേൺ ടൈപ്പ് എന്താണോ അതായിരിക്കും. സമ്മിന്റെ റിട്ടേൺ ടൈപ്പ്, സം എന്ന് പറയുന്നതിന്റെ റിട്ടേൺ ടൈപ്പ് എന്താണോ അതായിരിക്കും. ഇവിടെ e1 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. e1ന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? t ആണ്. സോ എയുടെ ടൈപ്പ് എന്തായിരിക്കും? t ആയിരിക്കണം. രണ്ടാമത്തെ മോഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. ഞാൻ ഇത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ. അപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം പറയാം. a plus b star c, a plus b star c, ഇതിന്റെ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ നമ്മൾ ചെയ്യണം. ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന 3 അഡ്രസ് കോഡ് വെച്ചാണ്. ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 3 അഡ്രസ് കോഡാണ്. 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ മാക്സിമം, ഇപ്പൊ ഇതിനകത്ത് എത്ര, ഇതെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് നമ്മൾ എത്ര എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്, എത്ര അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്? എ എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്, ബി എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്, സി എന്ന് പറയുന്ന ഒരു അഡ്രസ്സാണ്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് എത്ര അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്? 3 അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ /d എന്നും കൂടെ പറയുകയാണെങ്കിൽ എത്ര അഡ്രസ്സായി? 4 അഡ്രസ്സായി. അപ്പോ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അഡ്രസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് മാക്സിമം എനിക്ക് 3 അഡ്രസ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അതിനകത്ത് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു ഓപ്പറേഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് എത്ര ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്? പ്ലസ് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ് എ ടൈം ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് എന്ത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? ഒരു ഓപ്പറേഷൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഇന്റർമീഡിയറ്റ് കോഡാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതറിയാം, ബോർഡ് മാസ് ഒക്കെ അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. ഇതിനകത്ത് ഫസ്റ്റ് ചെയ്യുന്നത് പ്ലസ് ആയിരിക്കും സ്റ്റാർ ആയിരിക്കും? ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർ ഓപ്പറേഷൻ ആയിരിക്കും. സോ T0
ഈക്വൽ ടു ആദ്യം എന്ത് ചെയ്യും ബി സ്റ്റാർ സി ജി, ബി സ്റ്റാർ സി ജി. ആൻഡ് വാട്ട് ഈസ് ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ബി സ്റ്റാർ സിക്ക് പകരം നമുക്ക് T0 എന്ന് പറഞ്ഞിടാം. ബി സ്റ്റാർ സിക്ക് പകരം നമുക്ക് എന്തെന്ന് കിട്ടും? ടി എന്ന് കിട്ടും. ഇനി ആകെ ഇനി ഒരു ഓപ്പറേഷൻ കൂടെ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? T1 ഇസ് ഈക്വൽ ടു എ പ്ലസ് T0 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷന്റെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഇതിനകത്ത് എത്ര അഡ്രസ് ആണ് ഉള്ളത്? T0 എന്ന് പറഞ്ഞൊരു അഡ്രസ് ആണ്, ബി എന്ന് പറയുന്ന അഡ്രസ് ആണ്, സി എന്ന് പറയുന്നത്. ടോട്ടൽ 3 എണ്ണം. ഇവിടെ എത്ര എണ്ണം വന്നു? 1, 2, 3. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് നമുക്ക് മാക്സിമം എത്ര ഇതേ വന്നിട്ടുള്ളൂ? എനിക്ക് 2 എണ്ണേ വന്നിട്ടുള്ളൂ. സോറി, 3 എണ്ണേ വന്നിട്ടുള്ളൂ. അടുത്തത് എ പ്ലസ് ബി പ്ലസ് സി സ്റ്റാർ ഡി. അപ്പൊ ഇതിനകത്ത് 2 പ്ലസ് ഉണ്ട്, ഒരു സ്റ്റാറും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയും നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് ഹയർ പ്രിഫറൻസ് ആർക്കാണ്? സ്റ്റാറിനാണ്. സോ ഞാൻ സ്റ്റാർ ചെയ്യുന്നു. സോ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സി സ്റ്റാർ ഡി ഞാൻ ആദ്യം ചെയ്യും. സി സ്റ്റാർ ഡി ചെയ്യും. അപ്പൊ എന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എ പ്ലസ് ബി പ്ലസ് സി സ്റ്റാർ ഡിക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? T0 എഴുതാൻ പറ്റും. ഇങ്ങനെ ഇതായിട്ട് റെഡ്യൂസ് ചെയ്തു. ഇതായിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും നോക്കുന്നു, ഇതിനകത്ത് എത്ര ഓപ്പറേഷൻ ഉണ്ട്? ഇതിനകത്ത് 2 ഓപ്പറേഷൻ ഉണ്ട്, പ്ലസ് 2 പ്ലസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് ഒരു ഓപ്പറേഷൻ അതിൽ നിന്ന് എടുക്കണം. അപ്പൊ ഞാൻ നോക്കുന്നു, ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഇതെന്ന് പറയുന്നത് പ്ലസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. അതായത് ഞാൻ എ പ്ലസ് ബി പ്ലസ് സി എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം എ പ്ലസ് ബി ആദ്യം ചെയ്യണം, ദെൻ അതിനുശേഷം പ്ലസ് സി ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷനിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എ പ്ലസ് ബി ആണ്. അപ്പൊ എന്റെ എക്സ്പ്രഷൻ വീണ്ടും റെഡ്യൂസ് ചെയ്ത് എന്തായി മാറി? എ പ്ലസ് ബിക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എ പ്ലസ് ബിക്ക് പകരം എനിക്ക് T1 എന്ന് എഴുതാൻ പറ്റും, പ്ലസ് T0. അപ്പോൾ എനിക്ക് എത്ര ഓപ്പറേഷനിലേക്ക് വന്നു? ഒരൊറ്റ ഓപ്പറേഷനിലേക്ക് വന്നു. അത് ഞാൻ വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. T2 ഈക്വൽ ടു T1 പ്ലസ് T0. ഇതാണ് എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്രഷൻ. എടാ, ലെഫ്റ്റ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. അതായത് നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് പ്രസിഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യം നോക്കും, ദെൻ അസോസിയേറ്റിവിറ്റി നോക്കും. അതായത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന പ്ലസ് എന്ന് പറയുന്നത് 2 പ്ലസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഏത് പ്ലസ് ആണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് കിടക്കുന്ന പ്ലസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെഫ്റ്റ് അസോസിയേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൈറ്റ് അസോസിയേറ്റീവ് ആകെ ഒരേ ഒരാളേ ഉള്ളൂ. അതായത് നമ്മുടെ എക്സ്പോണന്റ് എന്ന് പറയുന്ന ആള് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് അസോസിയേറ്റീവ്. റൈറ്റ് അസോസിയേറ്റീവ് അതായത് എ എക്സ്പോണന്റ് ബി എക്സ്പോണന്റ് സി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആരാണ്? എ എക്സ്പോണന്റ് ബി എക്സ്പോണന്റ് സി ആണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ എഴുതുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. 2 raised to 3 raised to 2 നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? 2 raised to 3 raised to 2. ആദ്യം 3 raised to 2 ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? 2 raised to 9 ചെയ്യത്തുള്ളൂ. ഓക്കെ, ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? 2 raised to 3 raised to 2 ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? 2 raised to 9 ആയിരിക്കും. ഓക്കെ, ഈ ഒരു എണ്ണം മാത്രമേ റൈറ്റ് അസോസിയേറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഓക്കെ, ഊർമിള മനസ്സിലായിരുന്നോ? ഊർമിള പോയോ? ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കേൾക്കാം. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. സേ 3 എ പ്ലസ് ബി സ്റ്റാർ സി പ്ലസ് ഡി സ്ലാഷ് ഇ. അപ്പോൾ നമുക്ക്
ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ലെഫ്റ്റിനെ നോക്കാം. പ്ലസും സ്റ്റാറും കിടക്കുന്നു. ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്തായിരിക്കും? അപ്പോൾ പ്ലസും സ്റ്റാറും കിടക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്തായിരിക്കും? സ്റ്റാർ ആയിരിക്കും. ഇനി സ്റ്റാർ ആണ് ഹയർ പ്രസിഡൻസ്. ഇനി സ്റ്റാറും പ്ലസും കൂടെ നോക്കുമ്പോൾ, അതായത് റൈറ്റിലേക്ക് നമ്മൾ നോക്കുകയാണ്. റൈറ്റിലേക്ക് നോക്കുമ്പോൾ സ്റ്റാറും പ്ലസും കൂടെ നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്റ്റാറിനാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എനിക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. T0 equal to B star C ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A പ്ലസ് T0 പ്ലസ് D/E ആയിട്ട് മാറി. ഇനി അടുത്ത നോക്കുകയാണ്, പ്ലസും പ്ലസും. ഏതാ പറഞ്ഞോടാ? സ്റ്റാറും സ്ലാഷിനും സെയിം പ്രസിഡൻസ് ആണ്. സ്റ്റാറിനും സ്ലാഷിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്ലസും സ്റ്റാറും കൂടെ നോക്കും. പ്ലസും സ്റ്റാറും കൂടെ നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്റ്റാറിനാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കണം. അതായത് സ്റ്റാറും അടുത്ത ഓപ്പറേറ്ററും എന്താണെന്ന് ആദ്യം നോക്കണം. അടുത്ത ഓപ്പറേറ്റർ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ compare two operators. If left operator has higher precedence, left operator ആണ് higher precedence ഉള്ളത് എങ്കിൽ then perform the operation. അപ്പോൾ for example ആയിട്ട് A star B plus C/D. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം എടുത്തു. ഏതൊക്കെയാണ്? സ്റ്റാറും പ്ലസും എടുത്തു. സ്റ്റാറും പ്ലസും എടുക്കുമ്പോൾ ഏത് ഓപ്പറേറ്ററിനാണ് ഹയർ പ്രസിഡൻസ്? സ്റ്റാറിനാണ് ഹയർ പ്രസിഡൻസ്. ലെഫ്റ്റ് ഓപ്പറേറ്ററിനാണ് ഹയർ പ്രസിഡൻസ്. ദെൻ ഞാൻ എന്ത് ചെയ്യുക? A star B എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക. അതർവൈസ് അല്ലെങ്കിൽ എൽസ് റൈറ്റ്, അതിന്റെ മീനിങ് എന്താണ്? റൈറ്റ് ഓപ്പറേറ്റർ ഹാസ് ഹയർ പ്രസിഡൻസ്. Then read the next operator and compare. അപ്പോൾ ഈ കേസിൽ എയും സ്റ്റാറും കൂടെ നോക്കുകയാണ്. എയും സ്റ്റാറും കൂടെ നോക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റാറിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. അതായത് റൈറ്റ് കിടക്കുന്ന ഓപ്പറേറ്ററിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റാറും അടുത്ത ഓപ്പറേറ്ററും നോക്കുക. എന്നിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുക. വീണ്ടും സ്റ്റാറും പ്ലസും ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാറും പ്ലസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിനാണ് ഹയർ പ്രസിഡൻസ്? സ്റ്റാറിനാണ്. ലെഫ്റ്റ് കിടക്കുന്നതിനാണ് ഹയർ പ്രസിഡൻസ്. ദെൻ എന്ത് ചെയ്യുക? ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഹയർ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം. A പ്ലസ് B സ്റ്റാർ C ക്യാപ് D/E. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പ്ലസും സ്റ്റാറും കൂടെ നോക്കും. ഇത് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ സാധനം നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെയാണെങ്കിൽ പ്ലസും സ്റ്റാറും കൂടെ നോക്കുമ്പോൾ ആർക്കാണ് ഹയർ പ്രസിഡൻസ്? റൈറ്റ് കിടക്കുന്നതിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? റൈറ്റിനാണ് ഹയർ പ്രസിഡൻസ് കിട്ടിയത്. അപ്പൊ സെക്കൻഡ് റൂൾ ആണ് ഞാൻ ചെയ്യേണ്ടത്. സെക്കൻഡ് റൂൾ എന്താ പറയുന്നത്? റീഡ് നെക്സ്റ്റ് ഓപ്പറേറ്റർ ആൻഡ് കമ്പയർ. അടുത്ത ഓപ്പറേറ്റർ എന്താണ്? സ്റ്റാറും എക്സ്പോണന്റും നോക്കുമ്പോൾ ഏതിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്? എക്സ്പോണന്റിനാണ് ഹയർ പ്രസിഡൻസ് ഉള്ളത്. അപ്പോൾ ആ കേസിലും എന്താ വന്നിരിക്കുന്നത്? റൈറ്റ് ഓപ്പറേറ്ററിനാണ് ഹയർ പ്രസിഡൻസ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പോണന്റും അടുത്ത ഓപ്പറേറ്ററും നോക്കുക. എക്സ്പോണന്റും അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ലാഷ്.
ഇതിനകത്ത് ആർക്കാണ് ഹയർ പ്രസിഡൻസ്? എക്സ്പോണന്റും സ്ലാഷും വെച്ച് നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? എക്സ്പോണന്റിനാണ്. സോ ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? T0 is equal to C എക്സ്പോണന്റ് D ആണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ആ ഒരു പർട്ടിക്കുലർ സാധനം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യം ചെയ്യാനും എളുപ്പമാണ്. അത് എഴുതിയ ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് പറഞ്ഞത് മനസ്സിലായോ? റൈറ്റ് ഓപ്പറേറ്റർ കമ്പയർ ചെയ്യുന്ന സാധനം മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായി? ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഒന്ന് ചെയ്തു നോക്കാം. ഇത് അവിടെ കിടക്കട്ടെ, ഇതിന്റെ ബാക്കി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഇവിടെ സി എക്സ്പോണന്റ് ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ബി സ്റ്റാർ എന്താണ്? സി എക്സ്പോണന്റ് ഡിക്ക് പകരം T0 എന്ന് എഴുതാം. T0 സ്ലാഷ് ഇ എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കുകയാണ്. സ്റ്റാറും പ്ലസും സ്റ്റാറും നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? പ്ലസും സ്റ്റാറും നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്റ്റാറിനാണ് ഹയർ പ്രസിഡൻസ്. അപ്പൊ റൈറ്റിനാണ് ഹയർ പ്രസിഡൻസ്. ഇനി അടുത്തത് സ്റ്റാറും സ്ലാഷും നോക്കുമ്പോൾ എന്താ വന്നിരിക്കുന്നത് ഇവിടെ? ഇവിടെ വന്നിരിക്കുന്നത് സെയിം പ്രസിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷനും കൂടെ നോക്കണം. ഇഫ് ബോത്ത് operator has same precedence ആണ് എന്നുണ്ടെങ്കിൽ then go for associativity. എന്തെല്ലാം നോക്കേണ്ടത്? അസോസിയേറ്റീവ്. അതായത് സ്റ്റാറും സ്ലാഷും സെയിം പ്രസിഡൻസ് ആണ്. അപ്പൊ സ്റ്റാറും സ്ലാഷും എന്ത് അസോസിയേറ്റീവ് ആണ്? ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും ആദ്യം ചെയ്യുന്നത്. ലെഫ്റ്റ് കിടക്കുന്നത് എന്താണ്? സ്റ്റാർ ആണ്. സോ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? സ്റ്റാർ ആയിരിക്കും. T0 ഈക്വൽ ടു B സ്റ്റാർ T0. അപ്പോൾ എന്റെ എക്സ്പ്രഷൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു? A പ്ലസ് B സ്റ്റാർ T0ക്ക് വരെ എനിക്ക് T1 എന്ന് എഴുതാം സ്ലാഷ് ഇ. ഇനി പ്ലസും സ്ലാഷും നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? പ്ലസും സ്ലാഷും നോക്കുമ്പോൾ സ്ലാഷിനാണ് ഹയർ പ്രസിഡൻസ്. സോ T1 സ്ലാഷ് ഇ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ എന്റെ എക്സ്പ്രഷൻ എന്തായിട്ട് റെഡ്യൂസ് ചെയ്തു? A പ്ലസ് T2 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ T3 എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഈക്വൽ ടു A പ്ലസ് T2 ആണ്. ഓക്കെ, ഇതാണ് എന്റെ എന്തെന്ന് വിളിക്കുന്നത്? എന്റെ 3 അഡ്രസ് കോഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഞാൻ ഇതിന്റെ ഒന്നും കൂടെ ചെയ്യാൻ പോവാണ്. പ്ലസും സ്റ്റാറും നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്റ്റാറിനാണ്. സോ റൈറ്റ് കിടക്കുന്നതിനാണ് ഹയർ പ്രസിഡൻസ്. ഇനി സ്റ്റാറും പ്ലസും കൂടെ നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്റ്റാറിനാണ്. സോ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യണം. T0 ഈക്വൽ ടു B സ്റ്റാർ C. അപ്പോൾ എന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്തു? A പ്ലസ് T0 പ്ലസ് D സ്ലാഷ് ഇ ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അടുത്തത് നോക്കുക. പ്ലസും പ്ലസും വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്പറേറ്ററിനും എന്താണ്? സെയിം പ്രസിഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് നോക്കണം? അസോസിയേറ്റിവിറ്റി റൂൾ നോക്കണം. പ്ലസിന്റെ അസോസിയേറ്റീവ് ആരാണ്? ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണെങ്കിൽ ആദ്യം ഏത് പ്ലസ് ചെയ്യണം? ലെഫ്റ്റ് കിടക്കുന്ന പ്ലസ് ചെയ്യണം. ദാറ്റ് ഈസ് A പ്ലസ് T0 ചെയ്യുക. അപ്പോൾ എന്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? T1 പ്ലസ് D സ്ലാഷ് ഇ ആയിട്ട് മാറി. ഇനി പ്ലസും സ്ലാഷും നോക്കുമ്പോൾ ഹയർ പ്രസിഡൻസ് ആർക്കാണ്? സ്ലാഷിനാണ്. സോ T2 ഈസ് ഈക്വൽ ടു D സ്ലാഷ് ഇ ചെയ്തു. അപ്പൊ എന്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറി? എന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് T1 പ്ലസ് T2 ആയിട്ട് മാറി. അടുത്തത് T3 ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് എന്റെ ഈ ഒരു കറസ്പോണ്ടിങ് എക്സ്പ്രഷന്റെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്റെ അടുത്ത് ഒരാൾക്ക് ചോദിക്കാം, സാറേ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? എനിക്ക് ബോട്ട് മാസ് അറിയാം. ബോട്ട് മാസിനകത്ത് ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത്
സ്ലാഷ് ചെയ്യുന്നു, b/e ചെയ്യുന്നു. ദെൻ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് b*c. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും? a പ്ലസ് t0 പ്ലസ് t0 പ്ലസ് t1 ആയിട്ട് ചെയ്യാം. ദെൻ പ്ലസ് 2 പ്ലസ് വരുമ്പോൾ എനിക്കറിയാം ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. സോ a പ്ലസ് t0 ആദ്യം ചെയ്യാം. ദെൻ t3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് t2 പ്ലസ് t1 ആയിട്ട് എഴുതാം. ഇങ്ങനെയും എഴുതാം, രണ്ടും ആൻസറും ശരിയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിച്ചു നീക്കുക. ഇപ്പോൾ ബോർഡ് മാസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ബോർഡ് മാസ് വെച്ച് ചെയ്യാം, പക്ഷെ അത് തെറ്റിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ റൈറ്റിൽ നിന്ന് നമ്മൾ എക്സ്പ്രഷൻ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ